ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഓൺലൈനിൽ CCTV ക്യാമറകൾ അല്ലെങ്കിൽ റൗട്ടറുകളൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും നമുക്ക് നോക്കാം. അതായത് ഇത് ടെക്നിക്കൽ വീഡിയോ അല്ല, സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓൺലൈനിൽ ഒരുപാട് പ്രൊഡക്റ്റ് കാണാം. റൗട്ടേഴ്സ് ആണെങ്കിലും CCTV ആണെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ നോർമലി അത് ഓർഡർ ചെയ്തതിന് ശേഷം അതിന് കോൺഫിഗറേഷൻ നോർമലി യൂട്യൂബിലും മറ്റും വീഡിയോസ് ഉണ്ടാവാം. അപ്പോൾ അത് കണ്ട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓൺലൈനിൽ നമ്മൾ മേടിക്കുമ്പോൾ വരുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം. ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കാം. ക്വാളിറ്റി അതായത് നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കാം. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വാറണ്ടിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് കഴിയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ളതിന് എടുക്കാം. വില നോക്കി ഓൺലൈനിൽ പ്രോഡക്റ്റ് എടുക്കാതിരിക്കുക. അതായത് വില നോക്കി എടുക്കുമ്പോഴാണ് പ്രശ്നം. അതായത് നമുക്കിപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ എടുത്തിട്ട് ഇപ്പോൾ ക്യാമറകളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 800-900 രൂപ തുടങ്ങിയൊക്കെ ക്യാമറകൾ ഓൺലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ക്യാമറകളുടെ ബ്രാൻഡോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പേരും കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും നോക്കിയാൽ കാണാൻ പറ്റും. എന്നാലും അത്ര ഒരു ബ്രാൻഡഡ് ആയിരിക്കില്ല. അതൊക്കെ വളരെ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിലും മറ്റേ കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന ക്യാമറകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വാറണ്ടി ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ബ്രാൻഡഡ് അല്ലാത്തുള്ള ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു റേറ്റ് മാത്രം നോക്കി എടുക്കുമ്പോൾ, പ്രത്യേകിച്ചുള്ള ബൾബ് ക്യാമറ പോലുള്ള ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ റേറ്റ് മാത്രം നോക്കി എടുക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് കോളുകൾ വരാറുണ്ട്, കംപ്ലയിൻസും ഇതുപോലെ ഓൺലൈനിൽ എടുത്ത പ്രൊഡക്റ്റിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അതിന് വേറെ സർവീസ് ഒന്നും കിട്ടില്ല. നോർമലി അത് കംപ്ലയിൻറ്റ് വന്നാൽ കളഞ്ഞിട്ട് വേറെ എടുക്കാനേ ഉള്ളൂ അതിനകത്ത് മാർഗ്ഗം. അപ്പോൾ അതായത് ഇതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിൽക്കില്ല. അതിന് മുമ്പ് തന്നെ ഇത് പോകും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ അതിന് ഫേംവെയർ അപ്ഡേഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടാവില്ല. അങ്ങനെ സംഭവം എല്ലാം ഒന്നും നമുക്ക് അവിടെ വെച്ചൊന്നും നോക്കാൻ സാധിക്കില്ല. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഓൺലൈനിലാണ് സാധനം പ്രൊഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബ്രാൻഡഡ് മേടിക്കുക. ഏതാണോ നല്ല ബ്രാൻഡ്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CP+ ഉണ്ടാവും, IMO ഉണ്ടാവും, TP-Link ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇതുപോലെ അറിയപ്പെടുന്ന ബ്രാൻഡുകളിലെ ഒരു ക്യാമറ തന്നെ മേടിക്കുക. ഓൺലൈനിൽ മേടിക്കുമ്പോൾ പ്രൈസ് അല്ല, ഇതുപോലെ ബ്രാൻഡായിട്ടുള്ളത് മേടിക്കുക. പിന്നെ ഇതിൻ്റെ വാറണ്ടി വരുമ്പോൾ ഓൺലൈനിൽ ശരിയാണ് എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. കാരണം ഇതിപ്പോൾ പ്രോഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ അയക്കും എന്നുള്ളത്. കാരണം നിയർലി വരുന്ന സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഓൺലൈൻ വല്ല പ്രോഡക്റ്റിൻ്റെ ആ ഒരു ബില്ല് ചോദിച്ചാൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആമസോണിൻ്റെ ബില്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലോക്കൽ ഏരിയസിൽ എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ ഞാൻ പറയുന്നില്ല, എന്നാലും ബ്രാൻഡ് അല്ലാത്ത ഇത്തരം പ്രോഡക്റ്റിന് സർവീസ് സെൻ്ററേ ഉണ്ടാവില്ല. ബ്രാൻഡ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയും വേണ്ട, സർവീസ് സെൻ്റർ ഉണ്ടാവില്ല. ഈവൻ ബ്രാൻഡഡ് ആണെങ്കിൽ പോലും ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ സർവീസ് കിട്ടാതെ വരിക. നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു 1000 രൂപ 2000 രൂപ പ്രോഡക്റ്റ് എടുത്താൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഈ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഉണ്ടാവും, വാറണ്ടി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് എടുക്കാം. അതായത് ഓൺലൈനിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ക്യാഷ് മാത്രം നോക്കി എടുക്കരുത്, ആ ബ്രാൻഡ് കൊണ്ട് നോക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ വാറണ്ടിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സർവീസിലും നാളെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് ടെക്നീഷ്യനെ വിളിക്കേണ്ടി വരും. അല്ലാണ്ട് നമുക്കിപ്പോൾ നോർമലി ഇപ്പോൾ ഒരാൾ വന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ അയാൾ വിളിച്ച് നമുക്ക് നോക്കിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അപ്പോഴും നിങ്ങൾക്ക് അത് വിളിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യേണ്ടത് കുറച്ച് നമ്മളൊരു ഇതിനകത്തൊരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരു ക്യാമറ കാര്യങ്ങളും മേടിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെക്നീഷ്യനെ വിളിച്ച് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് കിട്ടും. അതിന് പുറമെ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ സർവീസോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ട് ഈവൻ പേയ്മെൻറ്റ് തരാൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അവർ റെഡിയാണ്, പക്ഷേ സർവീസിന് ആളില്ല, അല്ലെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, ഓൺലൈനിൽ മേടിച്ച പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും കഴിയുന്ന ഒരാൾ വിളിച്ച് ചെയ്യിക്കേണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ല, നിങ്ങൾ ഓൺലൈനിൽ തന്നെ പോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും പലർക്കും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബ്രാൻഡായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമുക്കറിയാം, ഓൾറെഡി CCTV ബ്രാൻഡുകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.